ഇവിടെ കുറേ സാധാരണക്കാരായ ആൾക്കാർ തൊഴിൽ ഒരു വിസ വന്നോ പോകുന്നൊക്കെ പറഞ്ഞ് ഗൾഫിലേക്ക് പോകുന്നുണ്ട്. അതെ അതെ. അപ്പം ഇവൻ യഥാർത്ഥ വിസയിലാണോ നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ? ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന 7,000 പേരൊക്കെ സപ്ലൈ ചെയ്യുന്ന ക്ലയന്റ് ഉണ്ട് എനിക്ക്. 7,000 മലയാളി 7,000 പേരിൽ മേലില് മുൻനിര ന്യൂസ് പേപ്പറുകളുടെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായി. ഓൺലൈൻ ആകുമ്പോൾ ചിലപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റണമെന്നില്ല. ഓൺലൈൻ റിക്രൂട്ട്മെന്റ്സിൽ ചിലപ്പോൾ കബളിക്കപ്പെട്ട കേസുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഞാനിവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആണ്. അവിടെ ചിലപ്പോൾ ഒട്ടകത്തിന് മേയ്ക്കാനായിട്ട് എവിടെയാണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ഞാൻ ഉദാഹരണം ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയില്ല നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ എംപ്ലോയി ചീറ്റ് ചെയ്യപ്പെട്ടവൻ കംപ്ലൈൻറ്റ് ചെയ്താൽ എൻ്റെ ലൈസൻസ് അങ്ങനെ കട്ടായി പോവോ? ഓക്കെ. ലേബർ സപ്ലൈ കമ്പനി തുടങ്ങുകയാണെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം ലീഗലി ചെയ്യുമ്പോൾ. ഓക്കെ. പൂർണ്ണമായിട്ടും നമ്മുടെ ഈ ഒരു റിയാസ് ബായിട്ടുള്ള പോഡ്കാസ്റ്റിൽ നമ്മൾ ആൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത് GCC റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് നമ്മൾ സ്പെസിഫിക് ടോപ്പിക്കായിട്ട് എടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ട്. ഇവിടെ നിന്ന് പോയി ആളുകളോട് തുടങ്ങുന്നു. അതെങ്ങനെയാണ് ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷേ ഈ ലേബർ സപ്ലൈ ഉണ്ടല്ലോ, ലേബർ സപ്ലൈ റിലേറ്റഡ് ആയിട്ടൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായിരിക്കും ആൾ കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ്? ആക്ച്വലി നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് മലയാളികൾ ഉൾപ്പെട്ടിട്ട് ഉള്ള ഒരു ബിസിനസ് മേഖലയാണ് മാൻ പവർ സപ്ലൈ അല്ലെങ്കിൽ ലേബർ സപ്ലൈ എന്ന് വിളിക്കുന്ന ലൈസൻസ്. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാ ലേബർ സപ്ലൈ ചെയ്യുന്ന ആളുകളും ഈ ലീഗലി ഈ ലൈസൻസ് എടുത്തുകൊണ്ടല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ലൈസൻസ്, ടെക്നിക്കൽ സർവീസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈസൻസ് എടുത്തുകൊണ്ട് അതിൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് ഭൂരിഭാഗം കമ്പനികൾ നടക്കുന്നത്. അത് ഈ ലേബേഴ്സിനെ അവരിൽ നിന്ന് വാങ്ങുന്ന കമ്പനികൾക്കും അറിയാം ഇത് ലേബർ സപ്ലൈ ലൈസൻസ് അല്ലാന്ന്. അപ്പോൾ ഇബാദുക്കാർക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ വർക്ക് ഉണ്ട്, ഞാൻ എൻ്റെ വേറൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ എംപ്ലോയിനെ പറഞ്ഞേക്കുന്ന പോലെ. പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നിയമപ്രകാരം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ഡിമാൻഡ് മാൻ പവർ സപ്ലൈ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഓൺ ഡിമാൻഡ് അതായത് ഓരോരുത്തർക്ക് ഡിമാൻഡിനനുസരിച്ചിട്ട് നമ്മൾ മാൻ പവറിനെ കൊടുക്കുന്നു. മനസ്സിലായില്ല? ഒരു ഔട്ട്സോഴ്സിങ് കമ്പനി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആ ഒരു സ്പെസിഫിക് ആയിട്ട് പ്രൊജക്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് മാൻ പവർ വരും, അവർ മറ്റൊരു പ്രൊജക്റ്റിലേക്ക് വേറൊരു കമ്പനിയുടെ പ്രൊജക്റ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ലൈസൻസ് എന്തുകൊണ്ടാണ് ആളുകൾ മുമ്പ് എടുക്കാതിരുന്നത് എന്നുള്ള ചോദ്യം മനസ്സിലുണ്ടാവില്ല ഇബാദുക്കടയിൽ. അതിന്റെ കാരണം പഴയ കാലത്ത് ഇത് UAE നാഷണൽസിന് 100% റിസർവ് ചെയ്ത് വെച്ചിരുന്ന ലൈസൻസാണ്. നമ്മൾക്ക് അതൊരിക്കലും കിട്ടില്ലായിരുന്നു ഒരു ഫോറിൻ ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, മാസങ്ങൾക്ക് മുൻപ് അത് ഓപ്പണായി. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറിൻ എക്സ്പാട്രിയേറ്റിനും ഈ പറയുന്ന ലേബർ സപ്ലൈ 100% നമ്മുടെ പേരിൽ തുടങ്ങാൻ സാധിക്കും. അതിനെന്തെങ്കിലും നൂലാമാലകളോ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടോ? നൂലാമാലകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ജോലി അങ്ങനെ നിങ്ങൾ പറയരുത്. നൂലാമാലകളെ സോൾവ് ചെയ്യലാണ് നിങ്ങളുടെ പരിപാടി. എങ്കിലും ലേബേഴ്സിനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് അവിടെ വന്നൊരു ലേബർ സപ്ലൈ കമ്പനി തുടങ്ങുമ്പോഴും ഞാൻ എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെയാണ് ലേബർ സപ്ലൈ കമ്പനി തുടങ്ങുകയാണെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം ലീഗലി ചെയ്യുമ്പോൾ. ഓക്കെ. അതായത് മാൻ പവർ സപ്ലൈ എടുക്കണമെങ്കിൽ MOHRE എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ അപ്രൂവൽ വേണം. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിന്റെ അപ്രൂവൽ വേണം. അപ്പോൾ ആ അപ്രൂവൽ കിട്ടണമെങ്കിൽ 1 മില്യൺ ദിർഹംസ് ഡിപ്പോസിറ്റ് വെക്കണം. 1 മില്യൺ ദിർഹംസ്? അതെ. അത് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നവരെ റീഫണ്ടബിൾ അല്ല കേട്ടോ. അത് ടെമ്പററി ഇല്ലല്ലോ, അത് ലൈസൻസ് അത് അവിടെ ഉണ്ടാവും എപ്പോഴും. അത് കൂടാതെ 50,000 ദിർഹംസ് അതിന്റെ ഫീസ് ഉണ്ട്. എവറി ഇയർലി 25,000 റിന്യൂവൽ റിക്കറിംഗ് ആയിട്ട് വരുന്ന ഫീസ് ഉണ്ട്. ഇത്രയൊക്കെ ഫുൾഫിൽ ചെയ്യുന്നവർക്ക് ഇത് തുടങ്ങിയാൽ മതി എന്ന് ഗവൺമെന്റ് വിചാരിച്ചിട്ടാണ്. അതൊരു മാത്രമല്ല, ഈ ഒരു ലൈസൻസ് എടുത്തുകൊണ്ട് ഒരുപാട് പേരെ പിന്നെ റിക്രൂട്ട് ചെയ്യുകയും വിസ കച്ചവടമൊക്കെ നടക്കണ്ട എന്ന് കരുതിയിട്ട് ഒരു കൃത്യമായിട്ട് ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കോൺട്രാക്റ്റുകൾ കാര്യങ്ങളൊക്കെ വിസ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കണം. അങ്ങനെയുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് സാധാരണ ഒരു കമ്പനിയേക്കാളും മാൻ പവർ സപ്ലൈക്ക് പല പിന്നെ എന്താ പറയുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ക്രൈറ്റീരിയ വേറെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ ഒരു ലൈസൻസ് തുടങ്ങാൻ വരുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം പലരുടെയും വർക്ക് പലതായിരിക്കാം. മാൻ പവർ സപ്ലൈ നിങ്ങൾ എടുക്കുന്നു, താങ്കളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ലേബേഴ്സിനെയാണ് സപ്ലൈ ചെയ്യേണ്ടത്, ഡോക്ടറെ, നഴ്സസിനെ. അതിൻ്റെ ആക്ടിവിറ്റി മെഡിക്കൽ മാൻ പവർ സപ്ലൈ അത് മറ്റൊരു തരത്തിലാണ്. അപ്പം അതേസമയം വേറൊരാൾക്ക് മർച്ചൻഡൈസർ സപ്ലൈ ചെയ്യണം. ഒരാൾക്ക് കുറേ സൂപ്പർ മാർക്കറ്റിലും കാരിഫറും ഒക്കെ പോലുള്ള
അപ്പോൾ അതിന് വേറെ ആക്ടിവിറ്റി. അപ്പോൾ ഇങ്ങനെ അത് കൃത്യമായി മനസ്സിലാക്കിയാൽ ബ്ലൂ കോളർ ജോബ് മാത്രമാണെങ്കിൽ അത്തരത്തിലുള്ള ഇതിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന 7,000 പേരൊക്കെ സപ്ലൈ ചെയ്യുന്ന ക്ലയന്റ് ഉണ്ട് എനിക്ക്. 7,000 മലയാളി 7,000 പേരിൽ മേലില് ആണല്ലേ? അതെ അതെ. അപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ലൈസൻസ് എടുക്കണമെങ്കിൽ ആദ്യം 1 million dirhams വേണം. അതെ അല്ലേ? അവിടെ അത് കിട്ടുമോ? തിരിച്ചു കിട്ടുമോ? ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന കാലത്ത് കിട്ടും. നിങ്ങൾ മതിയാക്കി പോകുമ്പോൾ മതിയാക്കിയിട്ട് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? ഇത്ര എംപ്ലോയീസിനെ അവിടെ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻ? ഈ ലിമിറ്റേഷൻ ഇല്ലാത്തതാണ് അതിന്റെ പ്രത്യേകത. ഈ ലൈസൻസിന്റെ പ്രത്യേകത തന്നെ അതാണ്. ഇത്ര പേരെ പാടുള്ളൂ, അങ്ങനെ ഒരു അൺലിമിറ്റഡ് വിസ എടുക്കാവുന്ന ഒരു ലൈസൻസ് ആണത്. പക്ഷെ എന്ന് കരുതിയിട്ട് വെറുതെ ഒരു ലൈസൻസ് ഉണ്ടാക്കിയിട്ട് പോയിട്ട് എടുക്കണം എന്നല്ല, കൃത്യമായിട്ട് മാനദണ്ഡങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ വർക്കാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ആ കോൺട്രാക്ട് കാര്യങ്ങൾ ഇന്ന കമ്പനിക്ക് ഞാൻ സപ്ലൈ ചെയ്യുന്ന അവരായിട്ടുള്ള കോൺട്രാക്റ്റിങ് ഇത്ര കാലഘട്ടത്തിലേക്കാണ്, എല്ലാ കാര്യങ്ങളും അവരൊന്ന് വെരിഫൈ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ലൈസൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഒരു 10 പേരെ കൊണ്ടുപോയി അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ആവശ്യമുള്ള 10 പേരെ ഞാൻ കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിസയൊക്കെ എൻ്റെ കമ്പനി ആയിരിക്കില്ല എംപ്ലോയീസിന് കൊടുക്കുന്നത്. അതെ. ഓക്കെ, അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആണ്. അവിടെ ചെല്ലുമ്പോൾ ഒട്ടകത്തിനെ മേയ്ക്കാനായിട്ട് എവിടെയാണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ഞാൻ ഉദാഹരണം ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയില്ല നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ എംപ്ലോയി ചീറ്റ് ചെയ്യപ്പെട്ടവൻ കംപ്ലൈൻറ്റ് ചെയ്താൽ എൻ്റെ ലൈസൻസ് അങ്ങനെ കട്ടായി പോവോ? അത് നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ള പിന്നെ ലൈസൻസും വിസയും തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇടപെടും. അതിനൊക്കെ ലേബറിൽ അവർക്ക് മിനിസ്റ്റർ ഈ പറഞ്ഞ MHRI തന്നെ കംപ്ലൈൻറ്റ് ചെയ്യാം. ആ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തടസ്സപ്പെടും. 2 MHRI എന്ന് പറയുന്ന വിസ നിങ്ങൾ മെയിൻലാൻഡിലെ ഒരു എംപ്ലോയി ആണെങ്കിലാണ്. അതേസമയം ഫ്രീ സോണിലേക്ക് ഇതുപോലെ വിസ എടുത്തിട്ടൊക്കെ കൊണ്ടുപോയിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ തൻ്റെ വിസ ഏതാന്ന് നോക്കിയിട്ട് അതായത് ഫ്രീ സോൺ അതോറിറ്റിയെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടണം, ഇങ്ങനെ ജോബ് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കുറേ സാധാരണക്കാരായ ആൾക്കാർ തൊഴിലിൽ ഒരു വിസ വന്നോ പോകുന്നൊക്കെ പറഞ്ഞ് ഗൾഫിലേക്ക് പോകുന്നുണ്ട്. അതെ അതെ. അപ്പം ഇവൻ യഥാർത്ഥ വിസയിലാണോ നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ? അത് UAE സംബന്ധിച്ചിടത്തോളം UAE നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള സോഴ്സുകളുണ്ട്. മറ്റ് GCC രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ. അതിലൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് കൃത്യമായിട്ട് ഇവിടെ റിക്രൂട്ട്മെന്റ് കമ്പനിക്കുള്ള പിന്നെ അപ്രൂവൽസ് കൊടുത്ത കമ്പനികളിൽ മാത്രം സമീപിക്കുക എന്നുള്ളതാണ്. പൊതുവെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലൊക്കെ കാണുന്നതിനേക്കാളും ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ് കാണില്ലേ ഈ ജോലി, അത് കുറച്ചും കൂടി വിശ്വാസയോഗ്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിനകത്ത് ലൈസൻസ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ന്യൂസ് പേപ്പർ കമ്പനി ഒരിക്കലും ലൈസൻസ് ഇല്ലാത്ത ഒരാളുടെ പരസ്യം കൊടുക്കില്ല. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് അത് പിന്നെ ഇമിഗ്രന്റിന്റെ ലൈസൻസ് ഉള്ള ആളുകളായിരിക്കും അവരുടെ. ഇവിടെ അതിന് കോമൺ ആയിട്ട് പറയാം 1,000+ ലൈസൻസ് എന്നൊക്കെ പറയും. അതായത് അത്രയും ഈ 50 ലക്ഷം 60 ലക്ഷം ഒക്കെ ഡിപ്പോസിറ്റ് വെച്ചിട്ടാണ് ആ ലൈസൻസ് ഇന്ത്യയിൽ കിട്ടുന്നത്. അപ്പോൾ ആ അപ്രൂവ്ഡ് കമ്പനീസിനെ സമീപിക്കുന്നത് വളരെയധികം നല്ലതാണ്. റിയാസ് ഭായിയുടെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വഴി അഡ്വർടൈസ് ചെയ്യുമ്പോൾ ഇപ്പൊ മനോരമയിലാണെങ്കിൽ മനോരമയ്ക്ക് ഒരു അറിയാലോ ഇന്ന ആളാണ് കൊടുത്തത്. ലൈസൻസ് ഡീറ്റെയിൽസ് ഇല്ലാതെ പൊതുവെ ന്യൂസ് പേപ്പർ കൂടെ കൊടുക്കാറില്ല. ഞാൻ മുൻനിര ന്യൂസ് പേപ്പറുകളുടെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായി. ഓൺലൈൻ ആവുമ്പോൾ ചിലപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റണമെന്നില്ല. ഓൺലൈൻ റിക്രൂട്ട്മെന്റ്സിൽ ചിലപ്പോൾ കബളിക്കപ്പെട്ട കേസുകൾ കേൾക്കാറുണ്ട്. ഞാൻ അവിടെ ജോലിക്ക് പോകുന്നു വിചാരിക്കാം, നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നു. എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു പീഡനങ്ങളോ നിങ്ങളിൽ നിന്നൊരു ഹരാസ്മെന്റോ ഒക്കെ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ പേഴ്സൺ എനിക്ക് നിങ്ങൾക്കെതിരെ ലീഗലി പോകാനുള്ള വശങ്ങളൊക്കെ അവൈലബിൾ ആണോ ഇങ്ങനത്തെ ആൾക്കാർക്ക്? 100% ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മതി. ആണോ? ഞാൻ വിളിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ബ്ലൂ കോളർ ജോബ് ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടേ തൗജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് UAE. അപ്പം ഇബാദുക്ക എൻ്റെ കമ്പനിയിലേക്ക് എംപ്ലോയി ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ ആ വിസ അടിക്കുന്നതിന് മുമ്പ് ഈ തൗജി സെന്ററിൽ പോയി ട്രെയിനിങ് തരും അവർ. അവിടെ ഒരു ക്ലാസ് റൂം പോലെ അത് ആ ഫെസിലിറ്റി ഉണ്ട്. അവിടെ ചെന്ന് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് സർട്ടിഫൈ ചെയ്താലേ വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവിടെ അറിയാവുന്ന ലാംഗ്വേജിൽ ക്ലാസ് കൊടുക്കുകയാണ്. നിങ്ങളെ പീഡിക്കപ്പെട്ട ഇങ്ങനെ ചെയ്യണം, ഇത്ര മണിക്കൂറിൽ കൂടുതൽ ജോലി പിടിപ്പിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അത്രമാത്രം അവർ UAE സംബന്ധിച്ചിടത്തോളം കെയർ ചെയ്യുന്നുണ്ട്. മറ്റേ GCC രാജ്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ UAE തൗജീഹ് എന്ന് പറയുന്നത് മുക്കിലും മൂലയിലൊക്കെ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരുപാട് ദൂരത്തുള്ള ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല, നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപനത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അവിടെ പോയി ട്രെയിനിങ് എടുക്കണം. ഓക്കെ. അപ്പോൾ എന്തായാലും സാധാരണ നമ്മുടെ ആളുകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് വിസയ്ക്ക് പോയി പക്ഷെ പറഞ്ഞ ജോലിയല്ല കിട്ടിയത് എന്ന് പറഞ്ഞാൽ പോലും അതൊക്കെ പഴയ കാലഘട്ടത്തിലാണ്. എങ്കിലും ഉണ്ടാവുമല്ലോ.
അപ്പോൾ ഇതൊന്നും അറിയപ്പെടാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ടാവുമല്ലോ. അവരിപ്പോഴും സാധാരണക്കാർക്ക് കബളിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാലും ഡിജിറ്റൽ യുഗത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടും, അതുകൊണ്ട് അവൻ്റെ കഥ പോകും. വെൽ, താങ്ക് യു സോ മച്ച്. ഇതെന്തായാലും ഓരോ വീഡിയോസും എനിക്കും എക്സൈറ്റ്മെൻ്റ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ്. നമ്മുടെ വീഡിയോ കൊണ്ടേ ആർക്കെങ്കിലും ഉപകാരങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ വേണമല്ലോ. നമ്മൾ വഴി മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്പെടുമ്പോഴാണ് അത് നമ്മൾ വളരുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.